ഇന്നത്തെ രാവിലെ സ്പെഷ്യൽ പരിപാടി എന്നിട്ടാ ഇഡലി സാമ്പാർ ചട്നി. സാമ്പാർ പറഞ്ഞാല് നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ സാമ്പാർ അല്ലേ? നമ്മുടെ ഹോട്ടൽ സാമ്പാറും ഹോട്ടൽ ചട്നിയും ഇഡ്ഡലിയും പിന്നെ ചെറിയൊരു കോവയ്ക്കത്തോരൻ. അല്ല ഇന്നത്തെ പരിപാടി. വേറെ ഫുൾ പരിപാടി ഒന്നുമില്ല, രാവിലത്തെ പ്രോഗ്രാം മാത്രം. രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. സാമ്പാറിലേക്ക് നോക്കാം. സാമ്പാറിലേക്ക് ഇട്ടൊരു സംഭവം കുമ്പളങ്ങ കൂടി ഞാൻ. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലി ഹോട്ടൽ സ്റ്റൈൽ സാമ്പാറും ഹോട്ടൽ സ്റ്റൈൽ ചട്നിയും. നമ്മൾ സാധാരണ ഹോട്ടൽ ഇട്ടാ, അപ്പോൾ വലിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരു മുറി നാളികേരം, ഒരു 3-4 പച്ചമുളക്, ഒരു സവാള, ഒരു പിടി പൊട്ടുകടല, അപ്പോൾ നമ്മൾ അത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ സാമ്പാറിന് ആകെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കുമ്പളങ്ങയും ഈ തക്കാളിയും മാത്രം. പിന്നെ നമ്മൾ ആ പരിപ്പ് കഴുകിട്ട് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, എന്നിട്ട് ഒരു സവാള കൂടി ഇടും. പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ മൈസൂർ ഡാല് ഹോട്ടലുകാർ ഉപയോഗിക്കുക, ഈ മൈസൂർ ഡാൽ ഉപയോഗിക്കുക. നമ്മളിതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക്, ഒരു സവാള, ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മളെ ഹോട്ടൽ സ്റ്റൈൽ സാമ്പാർ. ഈ പരിപ്പാകുമ്പോൾ പെട്ടെന്ന് വെന്ത് തുടഞ്ഞോളും. സാധാരണ ഹോട്ടലുകാരൊക്കെ ഇത് ഉപയോഗിക്കുക. അധികം ഈ തമിഴ്നാട്ടിൽ നമ്മളെ കേരളം വിട്ട സ്ഥലത്തൊക്കെ തന്നെ ഒരു ആൾക്കാർ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റിയത് പെട്ടെന്ന് വേവും. ഇത് വെന്ത് തുടയണം. നമ്മളെ ഇഡ്ഡലി സ്പെഷ്യൽ സാമ്പാറാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു മെഴുക്ക് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, കോവയ്ക്ക് ഉപ്പേരി. കാങ്ങോട്ട് ചേർന്നപ്പോഴോ ഓ നമുക്ക് വട്ടരിയ ഇത് നാളികേരിട്ട് ചിക്കൻ. നമുക്ക് സാമ്പാറിലേക്കുള്ള കുമ്പളങ്ങ ഇതിൻ്റെ പകുതി മതി. നമുക്കിനി തക്കാളി വരണം. നമ്മുടെ പൊട്ടുകടല ചട്നി നേരത്തേക്ക് വറുത്തിടണം. സാമ്പാറിൻ്റെ വെള്ളത്തിൽ കട്ട ചട്നി. ഇതിപ്പോൾ ലൂസാക്കണമെങ്കിൽ കൂടുതൽ വെച്ച് ലൂസാക്കിയാൽ മതി. വേണ്ട നമുക്ക് ഓ ആയിക്കോട്ടെ. പരിപ്പൊക്കെ വെന്ത് തുടങ്ങല്ലേ? എന്നിട്ട് തുടങ്ങട്ടെ. കഷ്ണം ഇടാം. അങ്ങനെ കുമ്പളങ്ങ തക്കാളി, ഇനി ലേശം പുളി, അത്രയല്ലേ നമ്മുടെ സാമ്പാറിനുള്ളൂ. അതാണ് ഇഡ്ഡലി സ്പെഷ്യൽ സാമ്പാർ. ലേശം പുളി വെച്ചോ, കുറച്ച് മതി, അധികം വേണ്ട. തക്കാളി നമുക്ക് പിന്നെ അധികം പുളിയുടെ ആവശ്യമില്ല, തുണ്ടൻ പുളി മതി. തുണ്ട് പിന്നെ തക്കാളിയൊക്കെ വന്നുണ്ടാവോ? മതി 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 മതി.
ശേഷം പുളി. ഒന്ന് മുടിച്ചിട്ട് ഒരു ചായ കൂടി കുടിക്കാം. എപ്പോഴും കുടിക്കാല്ലേ? സവാള എന്തിനാ? ഓ, 7 മണിയായി. നിങ്ങൾക്ക് ചോറുണ്ടല്ലോ? എനിക്ക് ചോറുണ്ടോണ്ട. ഹോട്ടൽ ഞാൻ ബിരിയാണി കഴിക്കും. ഞാൻ വെറുതെ പറയണം ബിരിയാണി. ഞാൻ ഹോട്ടൽ നോക്കി ബിരിയാണി നാളത്തെ കഴിക്കാറില്ല. പിന്നല്ല. സവാള പച്ചമുളകും ഇട്ടോളൂ. കടുകൊന്നും പൊടിക്കണ്ടല്ലേ? ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ക്ഷീണിച്ച അത് ഇത്ര ചെയ്തപ്പോഴേക്കും ഇപ്പൊ മൂന്നാമത്തെ ചായ കുടിക്കണേ? രണ്ടാമത്തെ. ഞാൻ മൂന്നാമത്തെ ചായ, നീ രണ്ടാമത്തെ ചായ. കുറെ ചായ ഉറപ്പിച്ച് വയ്ക്കണല്ലേ? മഞ്ഞപ്പൊടി ഒരേ കറിക്കും ഓരോ ടൈപ്പ് അരിച്ചില്ലേ? ഓ, ഭയങ്കരം. ഞാറില്ലല്ലേ തന്നാട്ട് വിസിൽ പോകാൻ അല്ല എന്തുണ്ടാവും? കടുക് വറുക്കാനായിട്ട് നാളെ അരക്കട്ടെ. മുട്ട വറുക്കുന്ന കൊണ്ടുപോയി ഇത് മാത്രം കൊണ്ടുപോകാം. ഓ, മുട്ട സ്പെഷ്യൽ അല്ലേ? ഓംലെറ്റ് വേണം സ്ഥിരം അല്ലേ? ഇപ്പൊ ഷാറിന് സ്കൂളിൽ കൊണ്ടുപോകാൻ കോവയ്ക്ക തോരൻ, പിന്നെ മുട്ട വറുത്തത്. അതൊന്നും ചോറ് കൊണ്ടുപോകണല്ലേ? ഇന്ന് എൻ്റെ പണി ഉച്ചയ്ക്ക് കഴിയും. ചൂടായി ഉണ്ടാകുന്ന വിചാരിക്കാം. ചൂടായി. അതിലേക്ക് കടുക്, ഉലുവ, വട്ടമുളക്, വേപ്പില, പിന്നെ സാമ്പാർ പൊടി. സാമ്പാർ പൊടി മൂപ്പിച്ചതിനിട്ടേ അപ്പൊ നല്ലൊരു മണം വരും അല്ലേ? ചൂട്ടത്ത് വെക്കില്ലേ? കരിഞ്ഞു പോയാലോ? കരിഞ്ഞു പോയാൽ സാമ്പാറിൻ്റെ ഇത് മാറും, ടേസ്റ്റ് മാറും. കരിയാതെ ചെറു തീയിൽ ചൂടാക്കിയിട്ടാണ് ഇടാം. ആ മണം വന്നു. മൂടി വെച്ച് ഓ, ഇഡലി വീട്ടുമാസം ഇരിപ്പൊന്തിണ്ടല്ലോ. ഇളക്കുമ്പോ എങ്ങനെയാണാവോ? ഇളക്കുമ്പോൾ ലൂസല്ല, ഇത് ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയാൽ മതി എന്തായാലും.
അങ്ങനെ ഇഡലി ഇത് എടുക്കുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ. കല്ലാണോ? ഏയ് കല്ലെന്നാവില്ല. നിങ്ങൾ കണ്ടതല്ലേ എന്ത് കോവയ്ക്കത്തോടെ റെഡി. അപ്പൊ സാമ്പാറ്, തോരൻ, ചട്നി. കാലത്തെ പരിപാടി കഴിഞ്ഞു. ഓട്ടം പാച്ചലും കഴിഞ്ഞ് ഇനിയൊക്കെ ജോലിക്ക് പോവുക, പഠിക്കാൻ പോകുന്നവർക്ക് പഠിക്കാൻ പോവുക. നീറ്റിട്ടൊന്ന് റെഡി ആയിട്ട് ഒന്ന് കഴിച്ചിട്ട് പോണെങ്കിൽ അതെന്താ നോക്കണം. ഇന്നത്തെ അങ്കമ്പട്ട് ഏകദേശം റെഡിയല്ലേ? റെഡി. അധികം ഉണ്ടാക്കി വെച്ചാൽ ആരും തിന്നില്ലേ ചോറിനല്ലേ? നിങ്ങൾ കൂട്ടോ ഉച്ചയ്ക്ക് ചോറിലേക്ക്? ഇപ്പൊ ഇത്തിക്ക് മാത്രല്ല ചോറിനും കൂട്ടാം. നല്ല അടിപൊളി സാമ്പാർ. വേറെ എന്തെങ്കിലും വേണോ? ഇന്ന് മീൻ വേണമെങ്കിൽ മേടിക്കോ? കട്ടൻ ചായ കുടിച്ച ചെറുപ്പാവുന്നു. അതാണ് ഇപ്പോഴും കട്ടൻ ചായ പറഞ്ഞേ. കട്ടൻ ചായ കുടിച്ച അധികം കട്ടൻ ചായ കുടിച്ച് ചെറുപ്പാവുന്നു. ഇപ്പൊ അതാണ് എപ്പോഴും കട്ടൻ ചായ കുടിയാ. ഇത് ആരാവ കണ്ടുപിടിച്ചേ? കാരണം കട്ടൻ ചായക്ക് നിറച്ചലാവാ. ഞാൻ കണ്ടുപിടിച്ചത് നന്നായിട്ട്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട് അല്ലേ? എന്നല്ല നമുക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ തുറന്നു നോക്കിയോ വ്യക്തി എന്തായാലും നോക്ക്. ഓക്കെ കൺമണി. അപ്പോൾ നമ്മുടെ ഇഡലി സാമ്പാർ ചട്നി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിപ്സ് അല്ലേ? സാമ്പാർ, നല്ല ചട്നി, കട്ട ചട്നി. ചട്നി, സാമ്പാർ, ഇഡ്ഡലി. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി, പൂ പോലത്തെ കുശിപ്പിട്ടി എന്ന് പറയും. കണ്ട നല്ല സോഫ്റ്റ്. അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഇനി ഇഡ്ഡലി കഴിച്ച് നോക്കാം എന്നുള്ളത്. ശേഷം ചമ്മന്തിയും ഇഡ്ഡലി. അപ്പോൾ ഇത് നോക്കി സാമ്പാർ നമ്മൾ എളുപ്പത്തിൽ ഇട്ടിരിക്കുന്ന നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. നല്ല ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ സാമ്പാർ. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഇഡ്ഡലി സാമ്പാർ കാഴ്ചയിലൊക്കെ കഴിച്ചിട്ട് പണിക്ക് പോകണം. സാമ്പാർ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സാമ്പാർ ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ വീണ്ടും കാണാം. ബായ്.